നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 675th day. Today 34th sloka of Pradhamaskandam 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 675 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഏവം നൃണാം ക്രിയായോഗാഃ സർവേ സംശ്രുതിഹേതവഃ ത ഏവാത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാ പരേ. ഏവം നൃണാം ക്രിയായോഗാഃ സർവേ സംസ്മൃതിഹേതവഃ ത ഏവാത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാ പരേ. ഓം തത്സത്. ഏവം നൃണാം ക്രിയായോഗ സർവേ സംസ്മൃതി ഹേതവ ത ഏവം ആത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാ പരേ. ഏവം ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഏവം ഇപ്രകാരം സർവേ ക്രിയായോഗ എല്ലാ ക്രിയായോഗങ്ങളും നൃണാം മനുഷ്യർക്ക് സംസ്മൃതി ഹേതവ സംസാരത്തെ ജനിപ്പിക്കുന്നവയാവുന്ന സംസാരത്തിൽ ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളെ ജനിപ്പിക്കുന്നവയാകുന്നു. തേ ഏവം അവ തന്നെ പരേ ഈശ്വരനിൽ കൽപ്പിത സമർപ്പിക്കപ്പെട്ടവയായിട്ട് ആത്മവിനാശയ തങ്ങളുടെ നാശത്തിനായിക്കൊണ്ട് കൽപ്പന്തേ സമർത്ഥങ്ങളാകുന്നു. അതായത് ഏതൊക്കെ കർമ്മങ്ങൾ നമ്മെ സംസാരത്തിനുള്ള ബന്ധം ജനിപ്പിക്കുന്നതക്കതാവുന്നുവോ ആ കർമ്മങ്ങളെല്ലാം തന്നെ ഈശ്വരനിൽ സമർപ്പിച്ച് ചെയ്താൽ പിന്നെ അതിൻ്റെ തന്നെ ആ കർമ്മങ്ങൾക്ക് തന്നെ നാശമായി ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുവാൻ ഹേതുവാകുന്നു. മോക്ഷസാധുക്കളാകുന്നു. അതായത് മുമുക്ഷുക്കളാക്കാൻ ഈ കർമ്മങ്ങളെല്ലാം തന്നെ ഈശ്വരനിൽ സമർപ്പിച്ച് ചെയ്താൽ പിന്നെ ആ കർമ്മബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. ആ കർമ്മം അതോടുകൂടി നശിക്കും എന്നാണ് പറയുന്നത്. ഏതൊരു പ്രവൃത്തികളും പുണ്യമായാലും പാപമായാലും സുഖമോ ദുഃഖമോ നൽകുന്നതായിരിക്കും. അങ്ങനെയുള്ള ഫലങ്ങൾ ജനിപ്പിക്കുന്ന മനുഷ്യർക്ക് സംസാരത്തിൽ ബന്ധമുണ്ടാക്കുന്നതാണ് കർമ്മങ്ങളെങ്കിലും ഈ കർമ്മങ്ങളെല്ലാം തന്നെ ആ പരമേശ്വരനിൽ സമർപ്പിച്ച് ചെയ്താൽ, ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ ആ കർമ്മങ്ങളാൽ തന്നെ ആ കർമ്മങ്ങൾ നശിച്ച് ഇല്ലാതാകുന്നു. അതുകൊണ്ട് സംസാരത്തിലുള്ള സുഖദുഃഖ രൂപങ്ങളെ ജനിപ്പിക്കുവാനുള്ള ശക്തി അവയ്ക്ക് ഇല്ലാതാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ആ മുനിമാർ നാരദർക്ക് പറഞ്ഞു കൊടുത്തത്. നാരദർക്ക് ആ ചാതുർമാസ്യ വ്രതം ചെയ്യുവാൻ വേണ്ടി വന്ന മുനിമാർ പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ നാരദമുനി വ്യാസഭഗവാന് പറഞ്ഞു കൊടുക്കുകയാണ്. തൻ്റെ പൂർവകഥ വിവരിക്കുമ്പോൾ തനിക്ക് മഹർഷിമാർ പറഞ്ഞു തന്ന ഉപദേശങ്ങൾ നാരദമുനി വ്യാസമുനിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാരദമുനിയും വ്യാസമുനിയും തമ്മിലുള്ള സംഭാഷണം ശൗനകാദികൾക്ക് സൂത പൗരാണികൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ സംവാദം അങ്ങനെ നമ്മൾ സംവാദത്തിൻ്റെ ഉള്ളിലുള്ള സംവാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറക്കരുത്. ഇപ്പോൾ ഈ ശ്ലോകം ഒരിക്കൽ കൂടി
ഏവം നൃണാം ക്രിയായോഗാഃ സർവേ സംസ്മൃതിഹേതവ ത ഏവാത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാ പരേ. ആ പരമാത്മാവിൽ കൽപ്പിച്ചുകൊണ്ട് ചെയ്താൽ പിന്നെ കർമ്മങ്ങൾക്കെല്ലാം ഫലമില്ലാതെയാകുന്നു, കർമ്മങ്ങളെല്ലാം നശിച്ചു പോകുന്നു എന്ന് പറയുകയാണ്. കർമ്മത്താൽ നമുക്ക് സംസാരബന്ധം ഉണ്ടാവുകയില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.